ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളെ ഷോർട്സ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച തമ്പനയിലായിരിക്കില്ല വീഡിയോ ഔട്ടാവുന്ന സമയത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ കറക്റ്റായിട്ട് എങ്ങനെ യൂട്യൂബിൻ്റെ ഷോർട്സ് വീഡിയോയിൽ തമ്പനയിൽ വരുത്താം എന്നുള്ളതാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ശരിയായി എങ്ങനെ നമുക്ക് യൂട്യൂബിൻ്റെ ഷോർട്ട് വീഡിയോയിൽ തമ്പനയിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ശരിയായ രീതി, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബുമായി ബന്ധമുള്ള യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1-2 പേര് നമ്മൾ ഫ്രണ്ട്സ് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്ന ആളുകൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് തമ്പനയിൽ സെറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ ഈ ഷോർട്ടിൻ്റെ ഓപ്ഷൻ വരുമ്പോൾ ഇടത്തെ സൈഡിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് വീഡിയോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു വീഡിയോ വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് പ്രോസസ്സിങ് ആവും. പ്രോസസ്സിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ വരുന്നത് സൗണ്ട് ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സൗണ്ട് സെലക്ട് ചെയ്യാം. നമ്മൾ വീഡിയോയിൽ ഓൾറെഡി സൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൗണ്ട് കൊടുത്താൽ മതി. നമുക്ക് എക്സ്ട്രാ സൗണ്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സൗണ്ട് സെലക്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. അതിന് മുന്നേ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷനും സ്പീഡ് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിക്കുന്നില്ല, ഞാൻ തമ്പനയിലെ കാര്യത്തിനാണ് മെയിനായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വന്നു. വീഡിയോ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വരിക. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഓപ്ഷൻ വരുമ്പോൾ നമ്മളിവിടെ ടൈറ്റിൽ അതുപോലെ തന്നെ നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിന് മുന്നേ നമുക്കിവിടെ ഇപ്പോൾ നിലവിൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് സെലക്ട് ചെയ്ത് വെച്ച ഒരു തമ്പനയിലാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ തമ്പനയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പെൻ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം പ്രോസസ്സിങ് കാണിക്കും. എന്നതിന് ശേഷം നമ്മളുടെ വീഡിയോൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് തമ്പനയിലായി വെക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക, എക്സ്റ്റേണൽ ആയിട്ടുള്ള തമ്പനയിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല നിലവിലെ അപ്ഡേഷനിൽ. അപ്പോൾ എക്സ്റ്റേണൽ തമ്പനയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു തമ്പനയിൽ ഷോർട്ട് വീഡിയോൻ്റെ അതേ സൈസിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സെക്കൻഡോ 2 സെക്കൻഡോ ആയി കൊടുക്കണം. അവസാന ഭാഗത്ത് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് കൊടുത്താലും കുഴപ്പമില്ല. എന്നതിന് ശേഷം നമ്മൾ ഈ താഴെ കാണിക്കുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോയിലെ ഏത് പോർഷൻ വേണമെങ്കിലും നമുക്ക് തമ്പനയിലായിട്ട് വെക്കാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് പൊസിഷനാണോ വരുന്നത് അത് നമുക്ക് തമ്പനയിലായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഗത്താണോ നമുക്ക് തമ്പനയിൽ വെക്കേണ്ടത് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഭാഗമാണ് ഇവിടെ സെലക്ട് ചെയ്തത്. ഇപ്പോൾ തമ്പനയിലിൻ്റെ ഫോട്ടോ ആയി. ഇനി നമുക്കിതിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എന്തിലോ വേണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാം. ശേഷം എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ പോകും. അങ്ങനെ പല ഡിസൈനും ഇവിടെ നമുക്ക് ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കതിൻ്റെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് മാറ്റാൻ സാധിക്കും, ഫോണ്ട് മാറ്റാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇവിടെ നമുക്ക് കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ ഒരു ആരോ മാർക്കിൽ താഴോട്ടും മേലോട്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ വലുപ്പം കുറയുന്നത് കാണാൻ സാധിക്കും. ശേഷം ഡൺ അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വീഡിയോക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നില്ല, ഞാനത് ഒഴിവാക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച തമ്പനയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഇവിടെ നമ്മൾക്ക് ടൈറ്റിൽ കൊടുക്കാനാണ്. അതുപോലെ തന്നെ ടൈറ്റിൽ ഹാഷ്ടാഗ് ഒക്കെ കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിലും ഹാഷ്ടാഗ് കൊടുക്കുക. നമ്മളെങ്ങനെ
എപ്പോൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ട ഒരു ടാഗാണ് 4A എന്ന് പറഞ്ഞത്. കാരണം യൂട്യൂബിൽ 4A എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് അത് പോവുകയും നമ്മളുടെ ഷോർട്ട് വീഡിയോക്ക് കൂടുതൽ വ്യൂസ് കിട്ടാനും അത് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും കൊടുക്കുന്നതാണ് ഷോർട്ട് വീഡിയോ എന്ന് പറയുന്ന ഒരു ടാഗും. അതൊക്കെ ഇഷ്ടമുള്ള ടാഗും ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രൈവറ്റ് എന്ന് കാണിക്കും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സമയത്താണോ ഇത് പബ്ലിഷ് ആക്കേണ്ടത് അപ്പോൾ അതിനിവിടെ ഷെഡ്യൂൾ ചെയ്യുക. ഞാനിവിടെ കുറച്ച് ടൈം ഡിലേ ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് 4-ാം തീയതിയാണ്. 4-ാം തീയതി അതുപോലെ തന്നെ ടൈം ഇപ്പോൾ 9:45. അപ്പോൾ ഞാനൊരു 10 മണിക്കാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ടൈമും ഡേറ്റും സെലക്റ്റായി. ഇനി നമുക്ക് ഒരു അഡീഷണൽ ഓപ്ഷനും കൂടി ഇവിടെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് തന്നിട്ടുള്ളത് ഇവിടെ റിലേറ്റഡ് വീഡിയോ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴെ ഇത്തരത്തിലൊരു പ്ലേ ബട്ടൺ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് ഏത് ആകണമെന്ന് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് റിലേറ്റഡ് വീഡിയോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത മറ്റു വീഡിയോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ ചാനലിൽ തന്നെ വേറൊരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ആളുകൾ ഈ ഒരു ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിലേക്ക് അത് പോകും. പിന്നെ നമുക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ഷോർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. അറിയുന്നവർ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം.